അപ്പോൾ നിങ്ങൾ എന്തുകൊണ്ടാണ് അവിടെ വന്നേക്കുന്നത്? ക്യാഷിനാണ്. അപ്പോൾ അത് നമ്മൾ ട്രിക്കായി പോയി. ക്യാഷിനാണ്. 7 ദിവസത്തിൽ കൂടുതൽ ക്യാഷ് വേണം, 30 ദിവസത്തിൽ കൂടുതൽ ക്യാഷ് വേണം, 90 ഡേയ്സിൽ കൂടുതൽ ക്യാഷ് വേണം, 1 വർഷത്തിൽ കൂടുതൽ ക്യാഷ് വേണം. പക്ഷേ നിങ്ങൾക്ക് ഇത് മാത്രം പോരാ, ഇതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ വേണം. നിങ്ങൾക്ക് ഒരു കാര്യമാണ് വേണ്ടത്, ക്ലാരിറ്റിയാണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, ക്ലാരിറ്റിയോ? അതെനിക്ക് നേരത്തെ ഉള്ള കാര്യമാണല്ലോ. ക്ലാരിറ്റി എനിക്ക് നേരത്തെ ഉള്ള, ജനിച്ചപ്പോഴേ എനിക്ക് ക്ലാരിറ്റി ഉള്ളതാണല്ലോ. എന്താണ് ക്ലാരിറ്റി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്? നിങ്ങളത് ശ്രദ്ധിച്ച് നോക്കിയേ. അതായത് ഗൂഗിൾ എന്ന് പറഞ്ഞൊരു കമ്പനി 96-ലോ 95-ലോ സ്റ്റാർട്ട് ചെയ്തു. അപ്രോക്സിമേറ്റ്ലി 30 വർഷം മുമ്പ് സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, ആ സമയത്ത് വെബ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടായി വരുന്നേ ഉള്ളൂ. അപ്പോൾ ആ സമയത്ത് ഒരാൾക്ക് തോന്നുക, ഇതിങ്ങനെ ഉണ്ടായി വലുതായി വരുന്ന സമയത്ത്, നമുക്ക് ഉണ്ടായി വളർന്നതായിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഇതിന് സെർച്ച് ചെയ്യാനായിട്ടുള്ള കുറേ പരിപാടി വേണ്ടേ എന്ന് ഒരാൾക്ക് അന്ന് ക്ലാരിറ്റി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഗൂഗിൾ ഉണ്ടായത്. ക്ലിയർ ആണോ? ക്ലാരിറ്റിയാണ് ക്യാഷ് ഉണ്ടാക്കുന്നത്. വേറൊരു കമ്പനി എടുത്ത് നോക്കിയേ, വാട്സപ്പ് എന്ന് പറഞ്ഞൊരു കമ്പനി. നിങ്ങൾ ഒത്തിരി യൂസ് ചെയ്യുന്നതാണ് വാട്സപ്പ് എന്ന് പറഞ്ഞ കമ്പനിയെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ, സ്കൈപ്പ് എന്ന് പറഞ്ഞ കമ്പനി അറിയാവുന്ന ആൾക്കാർ ആരാ ഉള്ളത്? സേയായി. സ്കൈപ്പ് എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ടായിരുന്നു, എത്രയോ വർഷം മുമ്പ് ഉണ്ടായിരുന്നു. ഞാൻ കുവൈറ്റിലുണ്ടായിരുന്ന സമയത്ത് ഞാനിങ്ങനെ ആലോചിക്കുക, എന്താ ഒരു ഇൻ്റർനാഷണൽ കോൾ ചെയ്യാനായിട്ട് നമ്മളെ സംബന്ധിച്ച് എന്ത് പൈസയാണ് നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത്. IST കോൾ ചെയ്യണം, ഈ പറഞ്ഞ പോലെ IST കോൾ ചെയ്യുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടാണ്, ഒരുപാട് പൈസയാണ്. ഇതെല്ലാം നമ്മളെ സ്പെൻഡ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ആർക്കും ഇൻ്റർനാഷണൽ വിളിക്കാനായിട്ട് നമുക്ക് ഫ്രീ ആയിട്ടൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. ആ ക്ലാരിറ്റി എനിക്കുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് വാട്സപ്പ് തുടങ്ങാൻ പറ്റിയോ? ഇല്ല. എന്തുകൊണ്ടാണ്? ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല. വാട്സപ്പ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ടെക്നോളജിക്കലി, ഞാൻ ഒരു ടെക്നോളജി ഫീൽഡിൽ നിന്ന് വന്നേക്കുന്ന ആൾക്കാർ, ടെക്നോളജി ഉള്ള ആൾക്കാർ, വാട്സപ്പ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? വാട്സപ്പ് എന്ന് പറഞ്ഞാൽ സ്കൈപ്പിൽ നിന്നും എന്താണ് വ്യത്യാസമുള്ളത്? ചാറ്റുണ്ട്, സ്കൈപ്പിനും ഉണ്ടായിരുന്നു, ഹൈലി യൂസർ ഫ്രണ്ട്ലി. ഓക്കെ, അതുകൊണ്ട് മാത്രം ഇത്ര വളർന്നോ? നല്ല കാര്യമാണ്. എന്താണ് വാട്സപ്പിനുള്ള ഡിഫറൻസ്? വീഡിയോ കോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്, സ്കൈപ്പിൽ വീഡിയോ കോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്, മൊബൈൽ യൂസ് ചെയ്യാം. സ്കൈപ്പ് മൊബൈൽ യൂസ് ചെയ്യായിരുന്നു. ഇൻ്റർനാഷണൽ ഫ്രീ കോൾസ് കിട്ടി. പക്ഷെ എങ്ങനെ കിട്ടി? എന്താ വ്യത്യാസം എന്നറിയോ? മോർ ഡേറ്റ മാനേജ്മെന്റ്. ഇതാണ് നമ്മളെ സംബന്ധിച്ച്. ഞാൻ ഇതെല്ലാം നല്ല കാര്യമാണ്. നിങ്ങൾ ഈ പറഞ്ഞ ക്ലാരിറ്റി കൊണ്ട് വാട്സപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. വാട്സപ്പ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയാൻ പോകുന്ന ക്ലാരിറ്റി വേണമായിരുന്നു. എപ്പോൾ വേണമായിരുന്നു? 15 വർഷം മുമ്പ് വേണമായിരുന്നു. ഓക്കെ, ഇതാണ് ക്ലാരിറ്റി. സ്കൈപ്പ് എന്ന് പറഞ്ഞേക്കുന്ന കമ്പനി യൂസർ നെയിമും പാസ്വേഡും എൻ്റർ ചെയ്ത് ലോഗിൻ ചെയ്യുന്നു. വാട്സപ്പ് എങ്ങനെയാണ് ലോഗിൻ ചെയ്യുന്നത്? മൊബൈൽ ഫോൺ വെച്ച് ലോഗിൻ ചെയ്യുന്നു. ഇതാണ് ഡിഫറൻസ്. ഇതാണ് ഈ ഒരു കാര്യം ഒരാൾ ഫിഗർ ഔട്ട് ചെയ്തു. എത്ര വർഷം മുമ്പ്? 15 വർഷം മുമ്പ്. അതിൻ്റെ വ്യത്യാസം എന്ന് വെച്ചാൽ ടെക്നോളജിക്കലി അത് പാസ്വേഡായി മാറി. കാരണം ഓരോ കൺട്രിക്കും യുണീക്ക് ആയിട്ടുള്ള കൺട്രി കോഡ് ഉള്ളതുകൊണ്ട് നാച്ചുറലി അവരെന്നാ വിചാരിച്ചു, ആ കൺട്രി കോഡ് വെച്ചിട്ട് യുണീക്കലി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ഓരോ ഫോണിനെ. അങ്ങനെ ഓരോ ഫോണിനെ യുണീക്കലി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുവാണെങ്കിൽ പാസ്വേഡ് ആവശ്യമില്ല. ആൾക്കാർക്ക് അവരുടെ ഫോണിൽ തന്നെ ഇൻസ്റ്റാൾ ചെയ്യാം. വോയിസ് എന്ന് പറഞ്ഞൊരു സാധനം തുടങ്ങി. നോക്കി നിൽക്കുമ്പോൾ ഫേസ്ബുക്കിനെ അടിച്ചു കളയുന്ന കമ്പനിയായി മാറി. ഫേസ്ബുക്ക് $17+ ബില്യൺ അപ്രോക്സിമേറ്റ്ലി 15 സ്റ്റാഫ് താഴെയുള്ളൊരു കമ്പനി, അപ്രോക്സിമേറ്റ്ലി 20 താഴെ സ്റ്റാഫുള്ള ഒരു കമ്പനിനെ $17 ബില്യൺ വാങ്ങി. എന്തിനാണ് വാങ്ങിയത്? ക്ലാരിറ്റിക്കാണ് വാങ്ങിയത്. യോഗ ബാർ എന്ന് പറഞ്ഞ ഇന്ത്യൻ കമ്പനി, നിങ്ങൾക്ക് ആർക്കും അറിയാം, ഇവിടെ യോഗ ബാർ യൂസ് ചെയ്യുന്ന ആൾക്കാരെല്ലാം ഉണ്ടോ? യോഗ ബാർ എന്ന് പറഞ്ഞ ഇന്ത്യൻ കമ്പനി. കൈൻ ബാർ എന്ന് പറഞ്ഞേക്കുന്ന അമേരിക്കൻ കമ്പനിയുണ്ട്, $1 ബില്യൺ കമ്പനിയാണ്. അവർ വിചാരിച്ചു ഇന്ത്യയിൽ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പം ഇത് നമുക്ക് പ്രോട്ടീൻ ബാർ ഉപയോഗിക്കാൻ പറ്റുന്നില്ല. ക്ലാരിറ്റി ഉണ്ടായി. 10ഓളം വർഷം മുമ്പ് അവർ കൈൻ ബാർ എന്ന് പറഞ്ഞ കമ്പനി സ്റ്റാർട്ട് ചെയ്തു. 500 കോടി രൂപയ്ക്ക് ബിസിനസ് ഒരു ഫ്യൂ ഇയേഴ്സിനുള്ളിൽ തന്നെ അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റി. ക്ലാരിറ്റിയാണ്. വി-ഗാർഡ് നമ്മളെ സംബന്ധിച്ചുള്ള ഇപ്പം നമുക്കൊരു സ്റ്റെബിലൈസറിൻ്റെ ഒരു കമ്പനി ഉണ്ടാക്കിയാൽ രക്ഷപ്പെടാൻ ചാൻസ് ഉണ്ടോ? പോസിബിളി ഇല്ല. എന്താണ്? കൊച്ചാസ് ചിറ്റപ്പള്ളിയായിട്ട് ഞാൻ ഒരുപാട് പ്രൈവറ്റ് ആയിട്ടുള്ള കോൺവെർസേഷൻസ് ചെയ്യാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ കെൽട്രോണിനും നെൽക്കോ ഈ 2 കമ്പനികൾക്കാണ് ഇതുള്ളത്. കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ വളരെ മോശമായിട്ടിരിക്കുന്ന 2 സാധനങ്ങളാണ്. ഇത് ഫ്രിഡ്ജിൻ്റെ മുകളിൽ വെക്കുവാണ്. ഫ്രിഡ്ജിൻ്റെ മുകളിൽ വെച്ചാൽ വൃത്തികേടാണ്. അപ്പോൾ പുള്ളി ചിന്തിച്ചു, പുള്ളി ഒരു ക്രിയേറ്റീവ് മൈൻഡുമാണ്. അപ്പോൾ നമുക്ക് എന്തുകൊണ്ട് നമുക്ക് ഇതിനെ ഭംഗിയാക്കി കൂടാ, കുറച്ചുകൂടെ എഫിഷ്യൻസി കൂട്ടിക്കൂടാ. പുള്ളിക്ക് എങ്ങനെ ക്ലാരിറ്റി കിട്ടി? വേറെ അടുത്ത് പോയി ജോലി ചെയ്യുമായിരുന്നു. ഇതേ ബിസിനസ്സിൽ, ഇതേ ഇൻഡസ്ട്രിയിൽ. എന്താണ് സംഭവിച്ചത്? ക്ലാരിറ്റി എത്രയോ 40 മറ്റോ വർഷം മുമ്പ് ആൾക്ക് കിട്ടി. ക്ലിയർ ആണെന്നുണ്ടോ? ക്ലാരിറ്റിക്ക് വേണ്ടിയാണ് നിങ്ങൾ വന്നേക്കുന്നത്. ഓക്കെ, ക്ലാരിറ്റിക്ക് വേണ്ടിയോ അല്ല നിങ്ങൾ വന്നേക്കുന്നത്. അപ്പോൾ എന്തിനായിരിക്കും നിങ്ങൾ റിയലി വന്നേക്കുന്നത്? ക്ലാരിറ്റിയിലൂടെ നിങ്ങൾക്ക് അബ്സല്യൂട്ട് ആയിട്ടുള്ള സർട്ടനിറ്റി ഉണ്ടാവും, ഉറപ്പുണ്ടാവും. പക്ഷേ ഇത് വേറൊരു ലെവലിൽ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. സർട്ടനിറ്റി എന്ന് പറഞ്ഞ വാക്കിനർത്ഥം അത്യതീതമായിട്ടുള്ള ഉറപ്പാണ്, ശക്തമായ ഉറപ്പിനാണ് സർട്ടനിറ്റി എന്ന് പറഞ്ഞേക്കുന്നത്. നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾക്ക് ക്ലാരിറ്റി ഉണ്ടായിരുന്നു, പക്ഷെ നിങ്ങളൊന്നും ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങളില്ലേ ലോകത്തിൽ? നിങ്ങൾക്ക് ഭയങ്കര ക്ലാരിറ്റി ഉണ്ടായിരുന്നു, പക്ഷെ നിങ്ങളൊന്നും ചെയ്തില്ല. എന്താണ് അത്? ആ ക്ലാരിറ്റി സർട്ടനിറ്റി ആയിട്ട് മാറ്റി ഇല്ല. ക്ലാരിറ്റി സർട്ടനിറ്റി ആയിട്ട് മാറ്റിയാലാണ്
നിങ്ങളുടെ ബിസിനസ് നെക്സ്റ്റ് ലെവലിൽ പോകുന്നത്. ഈ സർട്ടനിറ്റിയിലേക്കുള്ള യാത്രയാണ് ബിസിനസ്. പലർക്കും ഇത് താമസിച്ചാണ് ഉണ്ടാകുന്നത്. മിസ്റ്റർ ചിറ്റലപ്പള്ളി എന്നോട് പറഞ്ഞതെന്നു വെച്ചാൽ, എന്താണ് 500 രൂപയുടെ ചെറിയ ശമ്പളം അങ്ങോട്ട് പുള്ളിക്കുള്ളൂ, അപ്പോൾ എനിക്ക് കുറേ സ്റ്റെബിലൈസർ വിട്ടാൽ 1000 രൂപ കിട്ടും. 1000 രൂപ ആണെങ്കിൽ 1000 രൂപയ്ക്ക് മുന്നോട്ട് പോട്ടെ. ജസ്റ്റ് ബിസിനസ്. ആമസോൺ തുടങ്ങിയ ആൾ പറഞ്ഞത് കുറേ ബുക്കൊക്കെ വിറ്റ് എങ്ങനെയെങ്കിലുമൊക്കെ ചിലവ് നടന്നങ്ങ് പൊക്കോളും, ഏതായാലും ജോലി ചെയ്യുന്നതിനേക്കാളും കുറച്ച് പൈസ ഉണ്ടാക്കാം. ഇത്രയും ക്ലാരിറ്റി ആൾക്കും ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ ക്ലാരിറ്റി സർട്ടനിറ്റിയായി മാറും എപ്പം നമുക്ക് ഇൻക്രെഡിബിൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് അല്ലെ സർവീസ് ഉണ്ടാകുമ്പോൾ. അപ്പോൾ ലൈഫ് ഈസ് എ സർട്ടനിറ്റി ഗെയിം. എഴുതി വെക്കുക, ലൈഫ് എന്ന് പറഞ്ഞ ഒരു സർട്ടനിറ്റി ഗെയിമാണ്. ഇത് ക്വൈറ്റ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുകയില്ല. ഉറപ്പിൻ്റെ ഗെയിമാണ് ലൈഫ്. അതാണ് നിങ്ങൾക്ക് ക്യാഷ് എക്സിൽ കിട്ടുന്നത്. അപ്പോൾ ഞാൻ പല രീതിയിൽ ഈ സർട്ടനിറ്റിയെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇത് കുറച്ചൊരു നോവൽ ഐഡിയ ആയിട്ട് തോന്നുന്ന ആൾക്കാർ ആരാ ഉള്ളത്? എന്താണ് സർട്ടനിറ്റി? ബിസിനസ് നമുക്ക് ക്യാഷ് അല്ല വേണ്ടിയിരുന്നേ, നമുക്ക് ക്ലാരിറ്റി അല്ല വേണ്ട, ഇച്ചിരി ക്ലാരിറ്റിയാണ് വേണ്ടതെന്നല്ല പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ പറയുന്നത് സർട്ടനിറ്റിയാണ് വേണ്ടതെന്ന് പറയുന്നത്. ഇനി മാറ്റി പറയുമോ? ഇനി മാറ്റി പറയുന്നില്ല. ഓക്കെ അല്ലേ? സർട്ടനിറ്റിയാണ് നിങ്ങൾക്ക് വേണ്ടത്. ഇനി ഞാൻ പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞ് ഞാൻ മാറ്റി പറയാം. ഇപ്പോഴത്തെ ലെവലിൽ ഞാൻ മാറ്റി പറയുന്നില്ല. ഓക്കെ, അപ്പോൾ സർട്ടനിറ്റി എവിടെയാണ് ലിവ് ചെയ്യുന്നത്? എവിടെയാണ് സർട്ടനിറ്റി ലിവ് ചെയ്യുന്നത്? ഉറപ്പ് എവിടെയാണ് ഇരിക്കുന്നത്? എവിടെയാണ് ഉറപ്പിരിക്കുന്നത്? മൈൻഡിലാന്ന് പറയുന്നു, എക്സ്പീരിയൻസിലിരിക്കുന്നു എന്ന് പറയുന്നു. എക്സ്പീരിയൻസിൽ നിന്ന് സർട്ടനിറ്റി ആരാത് പറഞ്ഞേ? ഓക്കെ, എക്സ്പീരിയൻസിൽ നിന്ന് സർട്ടനിറ്റി ഉണ്ടാവും. കണ്ടോ, നമുക്ക് എക്സ്പീരിയൻസ് വരുന്നതിന് മുമ്പേ സർട്ടനിറ്റി ഉണ്ടാക്കണമെങ്കിലോ എവിടെയാണ് സർട്ടനിറ്റി ഇരിക്കുന്നത്? സെൽഫിലാണ് ഇരിക്കുന്നത്, പ്രൊഡക്റ്റിലുണ്ട്. ഓക്കെ, പ്രൊഡക്റ്റിലുള്ള സർട്ടനിറ്റി എവിടെയാണ് ഇരിക്കുന്നത്? ഞാൻ ആൻസർ പറയാം.